മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ സിറിയയിലെ പുതിയ ഭരണകൂടം, ഇന്ന് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം. ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു കൂടുതൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ. സിറിയ ഇസ്രയേലുമായി സൗഹാർദ്ദം ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്നലെ സിറിയ ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. അതിന് തൊട്ടുപിന്നാലെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചാബഹാർ തുറമുഖ പദ്ധതിക്ക് തങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്ന് താലിബാൻ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള താലിബാന്റെ കൃത്യമായ മുന്നറിയിപ്പാണിത്. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചാബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുംബൈയെ റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ ചാബഹാർ തുറമുഖം. ചാബഹാർ തുറമുഖം തുറക്കുന്നത് ഇറാൻ വഴി അസർബൈജാനിലൂടെ റഷ്യയിലേക്ക് എത്തുന്ന ഒരു പാതയാണ്. 400 കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ ഇന്ത്യ ഈ തുറമുഖം നിർമ്മിച്ചത്. ചാബഹാർ നിൽക്കുന്ന പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കാൻ തങ്ങൾ ആരെയും അനുവദിക്കില്ല. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇതിനെതിരെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അതിന് ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് താലിബാൻ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. ഇറാനിലാണ് ചാബഹാർ തുറമുഖം നിലകൊള്ളുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാന് തൊട്ടടുത്താണിത്. മാത്രമല്ല, മധ്യേഷ്യൻ രാജ്യങ്ങളായ തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചാബഹാർ വഴി തുറക്കുന്നു. പാകിസ്ഥാനെ ഒഴിവാക്കാമെന്നതാണ് ഈ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ ഇപ്പോൾ ഇതിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. ഇതോടെ ചൈന കോടികൾ മുടക്കി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വദ്വാർ തുറമുഖത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചൈനയും പാകിസ്ഥാനും ചാബഹാർ തുറമുഖ പദ്ധതിയെ തച്ചുടയ്ക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. എന്നാൽ എല്ലാ തന്ത്രങ്ങളും തകർത്തെറിഞ്ഞ് ഇന്ത്യ മുന്നേറി. ഒപ്പം ഇറാന്റെയും താലിബാന്റെയും ഒക്കെ പരിപൂർണ പിന്തുണ ഇപ്പോൾ ചാബഹാർ തുറമുഖ പദ്ധതിക്ക്. നമ്മൾ മനസ്സുവെച്ചാൽ കാശിയിൽ നിന്നും കഷാൻ ഇറാനിലെ ഒരു നഗരമാണത്. തമ്മിലുള്ള ദൂരം വെറും അരച്ചുവട് മാത്രമാണ്. ചാബഹാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയപ്പോൾ മോദി ഗാലിബിന്റെ ഈ കവിത ഈരടിയായി ചൊല്ലിയിരുന്നു. ഇറാനുമായുള്ള സഹകരണത്തിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ചില ഉപരോധ ഭീഷണികൾ ഉയർത്തിയെങ്കിലും ചാബഹാർ തുറമുഖ പദ്ധതിയുടെ നയതന്ത്ര പ്രാധാന്യം അമേരിക്കയെ കൃത്യമാക്കി മനസ്സിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉപരോധ തടസ്സങ്ങളൊന്നും ഇന്ത്യക്ക് നേരിടേണ്ടിയും വന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു കേന്ദ്രമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ വിദേശത്തേക്ക് പറക്കുന്നതും പിന്നീട് ഒരു സുപ്രധാന കരാറിൽ ഒപ്പിടുന്നതുമൊക്കെ ഇന്ത്യ കേട്ടിരുന്നു. മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനുമായി ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന്റെ 10 വർഷത്തെ കരാർ. അന്ന് മെയ് 13 ടെഹ്റാനിലേക്ക് തിരിച്ച കേന്ദ്രമന്ത്രി പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ആ കരാറിൽ ഒപ്പിട്ടു. സുപ്രധാനമായ കരാർ പ്രകാരം ചാബഹാറിലെ ഷാഹിദ് തുറമുഖം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഏകദേശം $120 മില്യൺ നിക്ഷേപിക്കുമെന്നായിരുന്നു കരാർ. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് $250 ബില്യൺ ക്രെഡിറ്റ് വിൻഡോ സഹായ വാഗ്ദാനവും. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇറാൻ സന്ദർശനത്തിലാണ് ചാബഹാർ പദ്ധതിയുടെ നാഴികക്കല്ലായി മാറിയ ചില സുപ്രധാന സംഭവങ്ങൾ. തുടർന്ന് എല്ലാ വർഷവും കരാർ പുതുക്കുന്ന ഒരു സംവിധാനമായിരുന്നു നിലവിൽ വന്നത്. ഷിപ്പർമാർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ തുറമുഖം ഉപയോഗപ്പെടുത്തുന്നതിൽ വലിയ തടസ്സമായി നിന്നത് ഈ ഹ്രസ്വകാല കരാറായിരുന്നു. പിന്നീട് 10 വർഷത്തേക്ക് കരാർ നീട്ടിയെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഗുജറാത്തിലെ കാൻഡ്ര തുറമുഖത്തു നിന്ന് ഏകദേശം 550 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ചാബഹാർ തുറമുഖത്തിന്റെ സവിശേഷമായ സ്ഥാനം, അത് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഇന്ത്യക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പ്രധാന കൊറിഡോറാണ്. ഗ്വാദറിൽ $248 മില്യൺ ആഴക്കടൽ തുറമുഖ പദ്ധതി നിർമ്മിക്കാനുള്ള കരാറിൽ പാകിസ്ഥാനും ചൈനയും ഒപ്പുവെച്ചതിന് തൊട്ട് പിന്നാലെ ഒരു വർഷത്തിന് ശേഷം 2003 ചാബഹാർ തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യ ഒരു വാഗ്ദാന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഔപചാരികമായ കരാറിൽ ഒപ്പിട്ടത് 2015. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനം. അന്നായിരുന്നു $500 മില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തത്. 2016 ഇറാനുമായി ഒപ്പുവെച്ച ധാരണാപത്രം അങ്ങനെ നിക്ഷേപ കരാറായി മാറി. 3 രാഷ്ട്രങ്ങൾക്കിടയിൽ ത്രിരാഷ്ട്ര ഗതാഗതവും ഗതാഗത ഇടനാഴിയും നിർമ്മിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന കരാർ.
ഇന്ത്യയുടെ മൊത്തം നിക്ഷേപം $500 ബില്യൺ. ഷാഹിദ് ബെഹെഷ്തി, ഷാഹിദ് കലന്ധരി എന്നീ 2 തുറമുഖങ്ങൾ ഉൾപ്പെടുന്നതാണ് ചബഹാർ പദ്ധതി. ഇന്ത്യയുടെ നിക്ഷേപം ഷാഹിദ് ബെഹെഷ്തിയിൽ മാത്രമാണ്. ഈ തുറമുഖം ഉപയോഗിച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്തുകൊണ്ട് 2017 തുറമുഖം ഔപചാരികമായി തുറന്നു. 2018 ചാബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തന നിയന്ത്രണം 18 മാസത്തേക്ക് കൂടി ഇന്ത്യക്ക് പാട്ടത്തിന് നൽകി. 4 ഘട്ടമായാണ് തുറമുഖത്തിന്റെ വികസനം നടക്കുന്നത്. ചബഹാർ തുറമുഖത്തിനു വേണ്ടിയുള്ള ദീർഘകാല ക്രമീകരണത്തിനായി ഇന്ത്യ ഏറെ കരുക്കൾ നീക്കി. ഇറാനുമായി നിരവധി ചർച്ചകൾ നടത്തി. എന്നാൽ ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് ഇറാൻ ഇന്ത്യയെ അറിയിച്ചു. നിലവിലെ ദീർഘകാല കരാറിലെത്താൻ വർഷങ്ങളെടുത്തു എന്നർത്ഥം. എന്നാൽ എല്ലാം ഇപ്പോൾ പരിപൂർണമായി പരിഹരിച്ചു. അങ്ങനെയാണ് ഒരു ദശാബ്ദക്കാലത്തേക്ക് സാധുതയുള്ള ഒരു കരാറിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. ഈ കരാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ വീണ്ടും പുതുക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. സിംഗപ്പൂർ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്റർ അനുസരിച്ച് ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത ആവശ്യമുള്ളപ്പോൾ മസ്കറ്റ് ആസ്ഥാനമായി 3-അംഗ ആർബിട്രേഷൻ ട്രിബ്യൂണൽ ഇത്തരമൊരു വ്യവസ്ഥയ്ക്കും ഇന്ത്യയും ഇറാനും അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു. ഇക്കഴിഞ്ഞ വർഷം 20,000 ടൺ ഗോതമ്പ് ഈ തുറമുഖം വഴി അഫ്ഗാനിലേക്ക് ഇന്ത്യ അയച്ചിരുന്നു. 2021 ഇറാനിലേക്ക് പരിസ്ഥിതി സൗഹൃദ കീടനാശിനികൾ വിതരണം ചെയ്യാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ സമ്പൂർണ്ണ മാനേജ്മെന്റ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ 4 ഉറവകൾ എന്നർത്ഥം വരുന്നതാണ് ചബഹാർ. ഇറാനിലെ നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴത്തിലുള്ള ഒരു തുറമുഖമാണിത്. തുറന്ന കടലിൽ സ്ഥിതി ചെയ്യുന്ന ചരക്ക് കപ്പലുകൾക്ക് എളുപ്പവും സുരക്ഷിതവുമായി എത്തിച്ചേരാവുന്ന ഒരു തുറമുഖം. 10-ാം നൂറ്റാണ്ടിലെ ഇറാനിയൻ പണ്ഡിതൻ അൽ ബിറൂനി ഉപഭൂഖണ്ഡത്തിലേക്കുള്ള പ്രവേശന പോയിന്റ് എന്ന് വിശേഷിപ്പിച്ചത് ഈ തുറമുഖത്തെയാണ്. ഒമാൻ ഉൾക്കടലിനും ഹോർമീസ് കടലിടുക്കിനും സമീപമാണ് ഇത്. പശ്ചിമേഷ്യയെ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കപ്പൽ പാത കൂടിയാണ്. ഈ ഇടനാഴി ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും സെന്റ് പീറ്റേഴ്സ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കും. വ്യവസായ കണക്കുകൾ പ്രകാരം സൂയസ് കനാൽ റൂട്ടിനെ അപേക്ഷിച്ച് ഈ റൂട്ടിലൂടെയുള്ള കയറ്റുമതി 15 ദിവസം കുറവായിരിക്കും. ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ തുറമുഖത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. കണ്ട്ല തുറമുഖവും ചബഹാറും തമ്മിലുള്ള ദൂരം മുംബൈയും ഡൽഹിയുമുള്ള ദൂരം മാത്രം. ചബഹാറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ സരഞ്ചിലേക്ക് ഒരു റോഡുണ്ട്, 218 കിലോമീറ്റർ. ഹെറാത്ത്, കാണ്ഡഹാർ, കാബൂൾ, മസാറി ഷെരീഫ് എന്നീ 4 പ്രധാന നഗരങ്ങളിലേക്ക് ഇതുവഴി പ്രവേശിക്കാം. പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ തുർക്ക്മെനിസ്ഥാനിലേക്കും കസാക്കിസ്ഥാനിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു എളുപ്പ വഴി കൂടിയാണ് ഇത്. അപകട സാധ്യതകൾ നിറഞ്ഞ പാകിസ്ഥാനിലൂടെയുള്ള കരമാർഗം ഇനി ചരക്ക് നീക്കം പൂർണ്ണമായി ഒഴിവാക്കാൻ ഇതുവഴി ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ കഴിയും. ചബഹാർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും ചരക്ക് നീക്കം സുഗമമാകും. ഇത് ഇന്ത്യക്ക് തന്ത്രപരവും സാമ്പത്തികവുമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. രാഷ്ട്രീയ സുരക്ഷ, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ പാകിസ്ഥാൻ വഴിയുള്ള നേരിട്ടുള്ള കരമാർഗം ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ ഭൂമിശാസ്ത്രങ്ങളിലേക്കുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു പാതയാണിത്. ഈ റൂട്ടുകൾ ഇന്ത്യക്ക് മാത്രമല്ല വിശാലമായ അന്താരാഷ്ട്ര സമൂഹത്തിനും ഏറെ ഗുണം ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്ത കാലത്ത് സൂചിപ്പിച്ചതുപോലെ ഉപരോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാജ്യങ്ങൾ തിരിച്ചറിയേണ്ട വലിയ ചരിത്രം ഇതിനൊക്കെ പിന്നിലുണ്ട്. ചബഹാറും യൂറേഷ്യൻ കണക്ടിവിറ്റിയും ഇറാനെക്കുറിച്ച് മാത്രമല്ല പല രാജ്യങ്ങൾക്കും സാമ്പത്തികവും തന്ത്രപരവുമായുള്ള അവസരങ്ങൾ തുറന്നിടാനുള്ള ഒരു മാർഗമാണിത്. പേർഷ്യൻ ഗൾഫിലെ ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇനി പൂർണ്ണമായി നിരീക്ഷിക്കാൻ ചബഹാർ തുറമുഖത്തിലൂടെ ഇന്ത്യക്ക് കഴിയും. ഇസ്രയേലിലെ ഹൈഫ തുറമുഖം അദാനി ഗ്രൂപ്പ് നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു. ചബഹാർ ഈ പാതയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കും. ചബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തത് ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിന് കൃത്യമായ മറുപടിയാണ്. ഇന്ത്യയെ വളയാനും കുടുക്കാനുമുള്ള ചൈനയുടെ തന്ത്രം അങ്ങനെ പൊളിച്ചടുക്കി ഇന്ത്യയുടെ ബുദ്ധി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക വാണിജ്യ സൗകര്യങ്ങളുടെ ശൃംഖലയാണ് ചൈന തീർത്തത്. ബംഗ്ലാദേശിലെ ചിറ്റോക്ക്, പാകിസ്ഥാനിലെ കറാച്ചി, ഗ്വാദർ, കൊളംബോ, ഹംബൻകോട്ട എന്നീ ശ്രീലങ്കയിലെ തുറമുഖങ്ങൾ, മ്യാൻമറിലെ ക്യുഫു എന്നിവിടങ്ങളിലെ ചൈനയുടെ സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ മുത്തും ചൈന വാണിജ്യ പദ്ധതികളായാണ് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ചൈനയുടെ ലക്ഷ്യം കൃത്യമായ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ. ഇന്ത്യ ഉൾപ്പെടുന്ന ഏതെങ്കിലും യുദ്ധഘട്ടമുണ്ടായാൽ ഈ തുറമുഖങ്ങളൊക്കെ സൈനിക തുറമുഖങ്ങളാക്കി മാറ്റാൻ ചൈനയ്ക്ക് കഴിയും.
ചൈനയുടെ ഭീഷണി ലഘൂകരിക്കാൻ നമ്മൾ ഇറാൻ, വിയറ്റ്നാം, ജപ്പാൻ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളുമായി സൈനികവും തന്ത്രപരവുമായ ഇടപാടുകൾ തുടങ്ങിവെച്ചു. ഈ ഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇറാനിലെ ഈ ചാബഹാർ തുറമുഖ പദ്ധതി. ഇതുകൂടാതെ ഇന്തോനേഷ്യയിലെ സംഭാങ്ങിൽ ഒരു ആഴക്കടൽ തുറമുഖ പദ്ധതി പൂർത്തിയായി വരുന്നു. മോംഗ്ലയിലെ തുറമുഖം നവീകരിക്കാൻ ബംഗ്ലാദേശിനെ നമ്മൾ സഹായിക്കും എന്ന വാഗ്ദാനവും മുന്നിലുണ്ട്. 2016 മ്യാൻമറിലെ സിറ്റ്വേയിൽ ഇന്ത്യ ആഴത്തിലുള്ള ഒരു ജല തുറമുഖം തുറന്നിരുന്നു. ഇന്ത്യയുടെ ലോജിസ്റ്റിക് മാപ്പിന്റെ ഒരു പുനർനിർമ്മാണം തന്നെയാണ് ചാബഹാർ പദ്ധതി. ചാബഹാർ പദ്ധതിക്ക് ആദ്യം ഇന്ത്യ ഇറങ്ങിത്തിരിച്ചപ്പോൾ അമേരിക്ക ചില ഉപരോധ മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ നയതന്ത്ര പ്രാധാന്യം അമേരിക്കയെ കൃത്യമാക്കി മനസ്സിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ശക്തമായ ഇടപെടലോടെ ഇന്ത്യ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ചാബഹാർ തുറമുഖ പദ്ധതി. ഇന്ത്യ വലിയ കുതിപ്പ് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പിന്തുണ വരെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.